വെളിപ്പാട് 3:5 അവർ യോഗ്യന്മാരാകയാൽ വെള്ള ധരിച്ചും കൊണ്ട് എന്നോടുകൂടെ നടക്കും. ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. അവൻ്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലും അവൻ്റെ ദൂതന്മാരുടെ മുമ്പിലും അവൻ്റെ പേർ ഏറ്റുപറയും. സ്വർഗത്തിൽ നിരവധി പുസ്തകങ്ങളുള്ളതിനെക്കുറിച്ച് ബൈബിളിൽ പല ഭാഗങ്ങളിലായി പറഞ്ഞിട്ടുണ്ട്. പഴയ നിയമത്തിലെ പ്രവാചകരിൽ ചിലർക്ക് ദർശനത്തിൽ പുസ്തകം തിന്നാൻ കൊടുത്തതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. അകത്തും പുറത്തും മുദ്രയിട്ടിരിക്കുന്ന പുസ്തകച്ചുരുൾ എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ കാണുന്നുണ്ട്. ഇവയെല്ലാം നമുക്ക് മനസ്സിലാകുന്ന വിധത്തിൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞിരിക്കുന്നു എന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ഈ വെളിപ്പാട് പുസ്തകം തന്നെ സ്വർഗത്തിലെ പുസ്തകച്ചുരുൾ തുറന്ന് സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നതാണ്. സ്വർഗത്തിലുണ്ടെന്ന് പറഞ്ഞിരിക്കുന്ന പുസ്തകങ്ങളിൽ നമ്മെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് ജീവൻ്റെ പുസ്തകം. മോശയോട് ദൈവം സംസാരിക്കുമ്പോൾ എന്നോട് പാപം ചെയ്യുന്നവൻ്റെ പേര് ഞാൻ എൻ്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയുമെന്ന മുന്നറിയിപ്പ് നൽകുന്നു. അപ്പോൾ പാപം ചെയ്യാത്തവരുടെ പേരായിരിക്കും ഈ പുസ്തകത്തിലുള്ളത് എന്ന് ചിന്തിപ്പിക്കുന്നു. അങ്ങനെ നോക്കിയാൽ ഭൂമിയിൽ പിറന്ന മനുഷ്യരിൽ ശിശുക്കളായിരുന്നപ്പോൾ മരിച്ചവരും യേശുക്രിസ്തുവും അല്ലാതെ ആരും അതിന് അർഹരല്ല. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൽ ഈ വാക്യത്തിൽ യോഗ്യന്മാരുടെ പേര് ജീവപുസ്തകത്തിൽ ഉണ്ടാവും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആരാണ് ആ യോഗ്യർ? നമ്മുടെ പ്രവൃത്തി കൊണ്ടൊരിക്കലും യോഗ്യരാവുകയില്ല. യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ പാപമോചനം പ്രാപിച്ച് വിശുദ്ധന്മാരായവരാണ് ദൈവം യോഗ്യരായി കാണുന്നത്. ഒരിക്കൽ നാം ഇவ்விധത്തിൽ വിശുദ്ധീകരണം പ്രാപിച്ചാൽ അതിൽ ദൈവകൃപയിൽ നിലനിൽക്കുന്നതിനെയാണ് ജയിക്കുന്നവൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെയും നമുക്ക് ദൈവകൃപ കൂടിയേ തീരൂ. നമ്മെ നീതീകരിക്കുന്നതും വിശുദ്ധീകരിക്കുന്നതും ദൈവമാകിയാൽ ദൈവത്തിൻ്റെ കൃപയിൽ വീണ്ടും എപ്പോഴും ആശ്രയിക്കാം. ദൈവഹിതത്തിനനുസരിച്ച് ജീവിച്ച് ജീവപുസ്തകത്തിൽ പേരുണ്ടെന്ന് വിശ്വാസത്താൽ ഉറപ്പുവരുത്താം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.